ഹേയ് ഫ്രണ്ട്സ്, ഇമാജിൻ ചെയ്ത് നോക്ക്. നിങ്ങളൊരു റീജിയണൽ മാനേജറാണ്. നിങ്ങളുടെ ഓഫീസിൻ്റെ കീഴിലുള്ള എല്ലാ ഡിവിഷൻ്റെയും സെയിൽസ് റിപ്പോർട്ടിന് വേണ്ടി നിങ്ങളൊരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓരോ ഡിവിഷനും അവരുടെ കറണ്ട് മന്തിലെ സെയിൽസ് അതിൽ അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ ടാർഗറ്റോ പ്രീവിയസ് മന്തിലെ ഡാറ്റയോ അവർ എഡിറ്റ് ചെയ്യാനും പാടില്ല. ഈ വീഡിയോയിൽ ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെ സ്പെസിഫിക് സെൽസ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നും ചില യൂസേഴ്സിനെ മാത്രം ഡാറ്റ എഡിറ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നത് എങ്ങനെയെന്നും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. സ്റ്റെപ്പ് 1 എന്താണ്? നമ്മൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഒരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ എടുക്കുക, എന്നിട്ട് ഇവിടെ ഗൂഗിൾ ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അതിൽ വരുന്ന ഗൂഗിൾ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഡാറ്റ ഈ ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഡിവിഷൻ്റെ പേരുണ്ട്, അതുപോലെ മന്ത്ലി ടാർഗറ്റ് ഉണ്ട്, കൂടാതെ പ്രീവിയസ് മന്ത് സെയിൽസും ഉണ്ട്. പിന്നെ മറ്റ് ഡിവിഷൻ ഫില്ല് ചെയ്യേണ്ട മന്ത്ലി സെയിൽസിൻ്റെ, അതായത് ഈ മാസത്തെ മന്ത്ലി സെയിൽസിൻ്റെ ഒരു ബ്ലാങ്ക് കോളം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എഡിറ്റ് ചെയ്യാൻ പാടില്ലാത്ത സെൽസ്, അതായത് ഡിവിഷൻ നെയിം, മന്ത്ലി ടാർഗറ്റ്, പ്രീവിയസ് മന്ത് സെയിൽസ് കോളം, ഇതൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഗൂഗിൾ ഷീറ്റ് മറ്റ് ഡിവിഷൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഞാൻ ഒഴികെ ബാക്കി ആർക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2 പോകാം. ഇമ്പോർട്ടൻ്റ് സെൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് ചെയ്യാൻ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ കോളം ABC ആണ്. അപ്പോൾ ആ കോളം ABC എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡാറ്റ മെനു ഉണ്ട്, അതിൽ പ്രൊട്ടക്റ്റ് ഷീറ്റ്സ് ആൻഡ് റേഞ്ചസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. വരുന്ന സ്ക്രീനിൽ എൻ്റർ എ ഡിസ്ക്രിപ്ഷൻ എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ പെർമിറ്റഡ് ഫോർ മീ എന്ന് കൊടുക്കുകയാണ്. അതായത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പേര് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ ചെയ്യുന്ന കാര്യം വർക്കാവും. എന്നിട്ട് ഇവിടെ സെറ്റ് പെർമിഷൻസ് ക്ലിക്ക് ചെയ്യുക. വരുന്ന വിൻഡോയിൽ റേഞ്ച് എഡിറ്റിംഗ് പെർമിഷൻസിൽ റെസ്ട്രിക്റ്റ് ഹൂ ക്യാൻ എഡിറ്റ് ദിസ് റേഞ്ച് എന്നുള്ളിടത്ത് ഓൺലി യു സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കോളം A മുതൽ കോളം C വരെയുള്ള ഡാറ്റ ഈ ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കിയ റീജിയണൽ മാനേജർക്ക് മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള ഭാഗം ആർക്ക് വേണമെങ്കിലും, അതായത് നമ്മൾ ഈ ഒരു ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആർക്ക് വേണമെങ്കിലും ബാക്കിയുള്ള ഭാഗം ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഷീറ്റ് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിച്ച ഡാറ്റ ഇവിടുന്ന് മിസ്സായി പോവില്ല. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. അതായത് സ്പെസിഫിക് യൂസേഴ്സിന് എഡിറ്റ് ചെയ്യാൻ അലോ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 3 കോളം ഒഴികെ ബാക്കി എല്ലാ കോളംസും എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഓരോ സ്പെസിഫിക് സെല്ല് അല്ലെങ്കിൽ റേഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇനി ഇവിടെ കറണ്ട് മന്തിലെ സെയിൽസിന് ഓരോ ഡിവിഷണൽ ഹെഡിനും അവരുടെ സെല്ല് മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡിവിഷൻ എക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുക്കേണ്ട സെല്ല് മാത്രം സെലക്ട് ചെയ്യുക. അതായത് ഡിവിഷൻ എയുടെ കറണ്ട് മന്ത് സെയിൽസ് D2 എന്ന സെല്ലിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്രൊട്ടക്റ്റ് ഷീറ്റ് ആൻഡ് റേഞ്ചസിൽ ആഡ് ഷീറ്റ് ഓർ റേഞ്ച് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിവിഷൻ A എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷന് താഴെയായിട്ട് റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൻ്റെ നെയിം അവിടെ വന്നതായിട്ട് കാണാം. ഇനി സെറ്റ് പെർമിഷൻസ് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഓൺലി യു എന്നത് മാറ്റിയിട്ട് നമ്മൾ കസ്റ്റം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ചൂസ് ഹൂ ക്യാൻ എഡിറ്റ് എന്ന ഭാഗത്ത് താഴെ ഇവിടെ ആഡ് എഡിറ്റേഴ്സ് എന്ന് കാണാം. അവിടെ ഡിവിഷൻ എയുടെ ഇമെയിൽ ID കൊടുക്കാം. ഞാനിവിടെ division@gmail.com എന്ന് കൊടുക്കുകയാണ്. ഡിവിഷൻ A മാത്രമല്ല, നമുക്ക് ആ സെല്ല് ആർക്കൊക്കെ എഡിറ്റ് ചെയ്യാൻ പെർമിഷൻ വേണോ അവരുടെയൊക്കെ മെയിൽ ID ഇവിടെ കൊടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മൊത്തം ആഡ് ചെയ്തിട്ട് ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന വിൻഡോയിൽ ഷെയർ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഓരോ ഡിവിഷന് വേണ്ടിയിട്ടുള്ള സെല്ലിലും ആ ഡിവിഷനെ എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. ഇവിടെ ഡിവിഷൻ Bക്ക് D3 സെലക്ട് ചെയ്തു, ആഡ് ഷീറ്റ് ക്ലിക്ക് ചെയ്തു, അതിൽ നെയിം കൊടുത്തു ഡിവിഷൻ B, സെറ്റ് പെർമിഷൻ കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത്
നമ്മൾ ടിക്ക് ഒഴിവാക്കുക. ഇവിടെ ഡിവിഷൻ എൻ്റെ ആവശ്യമില്ല, ടിക്ക് ഒഴിവാക്കുക. എന്നിട്ട് താഴെ divisionb@gmail.com എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഷെയർ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എല്ലാ ഡിവിഷനും ഞാൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. ഇത് ചെയ്യുമ്പോൾ ഓരോ ഡിവിഷണൽ ഹെഡിനും അവരുടെ സ്വന്തം സെയിൽസ് വാല്യൂ മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസോ ഒന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളുടെ ഡാറ്റയെ സേഫായി സൂക്ഷിക്കും. അതുപോലെ എല്ലാവർക്കും പേടിയില്ലാതെ ഡാറ്റ ഷെയർ ചെയ്തും കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പ്രാക്ടിക്കൽ ടിപ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ടീമുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വർക്ക് കൂടുതൽ സ്മാർട്ടാക്കാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.